ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ആരെയും വിമർശിക്കാനോ പരിഹസിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു വിമർശനം അല്ല. അത് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മുടെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ടുള്ള പ്രിയദർശിനി എന്ന പദ്ധതി. അത് വളരെ നല്ല കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അതുകൊണ്ട് ഉപകാരമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു പദ്ധതി കുറച്ച് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അതായത് 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ ഈ ഒരു പദ്ധതി കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് പ്രൈവറ്റ് ബസ്സുകാരാണ്. കാരണം അവർക്ക് ബസ്സിൽ ആളില്ല, വേണ്ട കളക്ഷൻ ലഭിക്കുന്നില്ല, വളരെ നഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അവർ വളരെ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്ത്രീകളായിട്ടുള്ള യാത്രക്കാരാണ് കൂടുതലും ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ കുറച്ച് പേര് പറയുന്നു അത് നന്നായി, പ്രൈവറ്റ് ബസ്സൊക്കെ നിർത്തുന്നത് നന്നായി എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുമുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് പ്രഭാവത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. ഇല്ല എന്നല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ KSRTC ഇല്ലാത്ത പ്രൈവറ്റ് ബസ്സുകൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അവർക്കൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച് ആണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ടൗൺ അടുത്തുള്ളതും ഉള്ള സ്ഥലങ്ങളെ കുറിച്ചൊന്നുമല്ല. ഉള്ളിലോട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ KSRTC ഇല്ലാത്ത പ്രൈവറ്റ് ബസ്സുകൾ മാത്രമുള്ള സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടാവും. ഒരു സുപ്രഭാതത്തിൽ ഈ പ്രൈവറ്റ് ബസ് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ST ഒക്കെ കൊടുത്ത് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കും ഒരു ഫാമിലി ഉണ്ട് അല്ലേ. അവർക്കും ഉണ്ട് ഒരു കുടുംബം. ഈ ബസ് ഓടിച്ചും കണ്ടക്ടർ ജോലി ചെയ്തും ഒക്കെ കുടുംബം പോറ്റുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. അവരുടെ കുടുംബമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. എത്ര പേരാണ് ഇതുകൊണ്ടൊക്കെ പ്രതിസന്ധിയിലാവുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മൾ എല്ലാ ഭാഗവും ചിന്തിക്കണം. അങ്ങനെ വേണമല്ലോ അല്ലേ. പുതിയ ഒരു പദ്ധതി കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.